ഒരു മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി PSC പഠനത്തിലേർപ്പെട്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ചാനലിൻ്റെ ആശംസകൾ. എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ PSC പഠനം നടത്താമെന്നും അതിനുള്ള മാർഗനിർദ്ദേശങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ഒന്നാമതായി, പഠനത്തിന് ഏകാഗ്രത പരമാവധി ലഭിക്കുന്ന ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കുക. പഠനത്തിന് ഏകാഗ്രത ഒരു മുഖ്യ ഘടകമായതിനാൽ ഫ്രീ മൈൻഡോടുകൂടിയാവണം പഠനത്തിനിരിക്കാൻ. ഒരു ജോലി കഴിഞ്ഞു വന്നാണ് പഠനത്തിനിരിക്കുന്നതെങ്കിൽ 15 സെക്കൻഡോളം ശ്വാസം ഉള്ളിലേക്കെടുത്ത് കണ്ണടച്ചിരുന്ന ശേഷം പഠനം ആരംഭിക്കുക. ഇന്ന് പഠിക്കുന്നത് മനസ്സിലുണ്ടാവും എന്ന് 10 പ്രാവശ്യം മനസ്സിൽ ഉരുവിട്ട ശേഷം മാത്രം പഠിക്കുവാൻ ഇരിക്കുക. 2. സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് പഠന രീതി നിർണ്ണയിക്കുക. സമയദൈർഘ്യം കുറവാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പും സമയം കൂടുതലാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും പഠിക്കുക. 3. പഠനം വ്യത്യസ്തമാക്കുക. ഒരു PSC പരീക്ഷയ്ക്ക് അനവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തിനും പഠനത്തിനിരിക്കുമ്പോൾ അതാത് ദിവസം കൈകാര്യം ചെയ്യപ്പെടേണ്ട വ്യത്യസ്ത മേഖലകളെ ഒരു പട്ടികയാക്കി വയ്ക്കുക. പരമാവധി മേഖലകളെയും കവർ ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഉയർത്തുകയും ദൃഢനിശ്ചയ സ്വഭാവത്തെ നിങ്ങൾ അറിയാതെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. 4. പഠനത്തിന് പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലെ പഠനസഹായികളായ കണ്ണ്, ചെവി, നാക്ക് എന്നിവയെ ഫലപ്രദമായി വിനിയോഗിക്കുക. നിശബ്ദമായി കണ്ണോടിച്ച് വായിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് അല്പം ഉറക്കെ സ്പഷ്ടമായി വായിച്ച് ദൃശ്യത്തിനോടൊപ്പം ശബ്ദത്തിനെയും ഉപയോഗിച്ചുള്ള പഠനരീതി. ഒരു പുസ്തകം വായിച്ച് ഓർമ്മിക്കുന്നതിനേക്കാൾ നല്ലതായി ഓർമ്മ വരിക ഒരു സിനിമയിൽ കണ്ട ദൃശ്യങ്ങളും ഡയലോഗുകളുമാണെന്ന് നാം മറക്കാതിരിക്കുക. 5. പഠനശ്രദ്ധ തെറ്റിക്കുന്ന വസ്തുക്കൾ പരമാവധി ഒഴിവാക്കുക. പഠനമുറിയിൽ മാസികകൾ, മൊബൈലുകൾ എന്നിവ ഒഴിവാക്കുക. എന്നാൽ പഠനത്തിനിരിക്കുമ്പോൾ ഒരു ബുക്കോ പേപ്പർ ബോർഡോ നോട്ടുകൾ കുറിക്കുന്നതിന് നിശ്ചയമായും കരുതി വയ്ക്കുക. നോട്ട് കുറിക്കലും ഓർമ്മ പരിശോധനയും. പരന്ന വായനയുടെ ഭാഗമായി റാങ്ക് ഫയലുകളും മറ്റും പഠന വിധേയമാക്കുമ്പോൾ കുറിപ്പുകൾ ഒരു ശീലമാക്കുക. പഠനത്തിന് ശേഷം ഒരു കണ്ണാടിയുടെ മുൻപിൽ നിന്ന് പഠിച്ച വസ്തുക്കൾ ക്രമമായി ഓർമ്മയിൽ നിന്നും ഉരുവിടുക. ഇത് ആദ്യ ദിവസങ്ങളിൽ താരതമ്യേന ദുഷ്കരമായി തോന്നാമെങ്കിലും 10 ദിവസം പൂർത്തിയാവുന്ന മുറയ്ക്ക് ഈ വളരെ ലളിതവും എന്നാൽ പ്രയോജനപ്രദവുമായ ഒരു രീതിയായി മാറും. ഇത് ഒരു അഭിമുഖത്തിന് ചെല്ലുമ്പോൾ വസ്തുതകൾ അവതരിപ്പിക്കുന്നതിനും നമ്മളറിയാതെ നമ്മളെ പ്രാപ്തരാക്കും. 7-മത്തേതും ഏറ്റവും അവസാനത്തേതും, ദിവസവും ദുഷ്കരമായ ഒരു ചോദ്യം എങ്ങനെ പരിധിയിലാക്കാം. അപരിചിതവും അപ്രാപ്യവുമായ ഒരു ചോദ്യം. പഠനേതര സമയങ്ങളിൽ കൂടുതൽ ചിലവഴിക്കുന്ന ഭാഗത്ത് ഒരു ബോർഡ് സ്ഥാപിച്ച് അതിൽ ടെമ്പററി മാർക്കർ ഉപയോഗിച്ച് എഴുതുക. ഇടയ്ക്കിടയ്ക്ക് ഇത് വെറുതെ വായിച്ചു വിടുക. ഒരു ദിവസം കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായും ഉറച്ചിരിക്കും. പരീക്ഷിച്ചു നോക്കിക്കോളൂ.